എന്റെ മാർക്കോക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ മേഘനില്ല സാറേ. മാർക്കോയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ കരുതാം. ഞാനിന്ന് ഡോക്ടറെ പോയി കാണട്ടെ. ദേ, കണ്ണ സാറിനോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഡോക്ടർ ഇപ്പൊ കണ്ടപ്പോ വലിയ പ്രയാസമാണെന്നും പ്രതീക്ഷ വേണ്ടെന്നും ആ പറഞ്ഞത്. ഇവൻ ഇപ്പോഴാണല്ലോ ഇവിടെ എത്തിച്ചത്. അവൻ മരിച്ചിട്ടില്ല. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് ബ്ലഡ് കൂടി വേണ്ടി വന്നേക്കും. ഒരു 2-3 പേരെങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. അത് എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുവരാൻ ഡോക്ടർ. എങ്ങനെയെങ്കിലും മാർക്കോ ഇന്ന് റിക്കവറായി വന്നാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വീഴ്ചയിൽ തലയ്ക്ക് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ഗുരുതരമാണ് ഹാർട്ടിൻ്റെ അവസ്ഥ. ശരീരത്തിൽ പ്രത്യേകിച്ച് മുറിവുകളൊന്നും ഇല്ലെങ്കിലും വീഴ്ചയുടെ ആഘാതത്തിൽ ഹാർട്ടിനും ലിവറിനും ഒക്കെ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. ECGയുടെ വേരിയേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല ഹെൽത്തുള്ള ആളായതുകൊണ്ടാണ് സ്പോട്ടിൽ മരിക്കാഞ്ഞത്. ഇപ്പോഴും പക്ഷെ കാര്യങ്ങളൊന്നും പന്തിയല്ല. BP ഒക്കെ ഏറിയും കുറഞ്ഞു ഇരിക്കുക. ഇവിടെ പലപ്പോഴും അയാളും അയാളുടെ ഫ്രണ്ട്സും ഒക്കെ ബ്ലഡ് തരാൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു എക്സ്ട്രാ കെയറാണ് ഞങ്ങളൊക്കെ കൊടുക്കുന്നത്. സാമൂഹ്യ വിരുദ്ധർക്ക് മാത്രമാണ് മാർക്കോ ശത്രു. അല്ലാത്തവർക്ക് ഏത് പാതിരാത്രിയിലും എന്ത് സഹായം ചെയ്തു കൊടുക്കുന്നവനാ. എനിക്കെൻ്റെ അനിയനാണ് സാറേ അവൻ. അതുപോലെ തന്നെ എൻ്റെ വൈഫിന് അവൻ ആങ്ങളെയാ. ഞങ്ങളെ ഒരുപാട് തവണ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് അവൻ. അതൊക്കെ നമ്മളെക്കാൾ കൂടുതൽ മുകളിലിരിക്കുന്ന ശക്തിക്ക് അറിയാലോ. ആ ശക്തിയുടെ ഇടപെടലുണ്ടെങ്കിൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എങ്കിലും അതെപ്പോഴെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്തായാലും ഒരുപാട് ദിവസം അയാൾക്കിവിടെ കിടക്കേണ്ടി വരും. അതിനുവേണ്ടി എത്ര പണം ചെലവായാലും കുഴപ്പമില്ല ഡോക്ടറെ. അവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. പൾസ് ഓക്കെ ആണല്ലോ? അതെ ഡോക്ടർ, ഓക്കെയാണ്. ആ, നിനക്ക് ബോധം വീണോ? എനിക്ക് ഒരു കുഴപ്പമില്ല ഡോക്ടറെ, ഇപ്പം ഞാൻ ഓക്കെയാണ്.